ഏവർക്കും ഹാജാസ് ക്ലാസ്സസിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുമായിട്ടാണ് നമ്മൾ ഇന്ന് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. 2025 പരീക്ഷകളുടെ ഭയങ്കരമായിട്ടുള്ളൊരു അവസരം പരീക്ഷകളിലൂടെ PSC സൃഷ്ടിക്കുന്ന ഒരു വർഷമാണ്. 2025 എവിടെ തിരിഞ്ഞു നോക്കിയാലും പരീക്ഷകൾ മാത്രം എന്ന് പറയുന്ന എല്ലാ തസ്തികകളിലുമുള്ള പരീക്ഷകൾ വിളിക്കുന്ന ഒരു വലിയ വർഷമാണ് 2025. ഈ 2025 വർഷത്തിൽ നിങ്ങളൊരു ജോലിക്കാരനാകാൻ, നിങ്ങളൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാകാൻ നിങ്ങൾക്ക് ദൈവം കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു നിമിത്തം നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങളായിരിക്കും. നിങ്ങൾക്ക് ഈ 2025 നിങ്ങൾക്കൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാകാൻ ചിലപ്പോൾ പറ്റിയില്ല എങ്കിൽ നിങ്ങൾക്കിനി പിന്നൊരു സമയത്ത് പറ്റണം എന്നില്ല. അത്രയും അവസരങ്ങൾ ഒരുക്കുന്ന കേരള PSC ഒരുക്കുന്ന ഒരു വർഷമാണ് 2025. ഓരോ ചുവടും വളരെ ശ്രദ്ധാപൂർവം ബുദ്ധിപൂർവം ആയിരിക്കണം നമ്മൾ മൂവ് ചെയ്യേണ്ടത്. കാരണം നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള, നിങ്ങളുടെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള ഒരു ഉദ്യോഗത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരണം. അപ്പോഴാണ് നമ്മുടെ ഇത്രയും കാലത്തെ പഠനം, സ്കൂൾ പഠനം, കോളേജ് പഠനം ഒക്കെ പരിപൂർണതയിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിയുക. നിങ്ങളൊരു ഡിഗ്രി ഉള്ള ആളാണ്, നിങ്ങൾക്കൊരു PG ഉള്ള ഒരാളാണ്, നിങ്ങളൊരു LGS ജോലിയാണ് ചെയ്യുന്നത്. അത് LGS ജോലി ഒരു മോശം ജോലിയൊന്നും അല്ലല്ലോ, അല്ല, ഒരിക്കലുമല്ല. പക്ഷേ നിങ്ങളുടെ യോഗ്യത, നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് അനുസരിച്ച് നമുക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല എന്നൊരു കുറ്റബോധം നിങ്ങളിലുണ്ടാവും. എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങളോടെല്ലാം എനിക്ക് പറയേണ്ടത്, വളരെ സത്യസന്ധമായും ഒക്കെ നിങ്ങളോട് പറയേണ്ടത്, സാധാരണ ഞാൻ 1998 10ാം ക്ലാസ് പാസ്സാവുകയും 99 മുതൽ ഈ ട്യൂഷൻ സെൻ്ററുകളിൽ, ട്യൂട്ടോറിയൽ കോളേജുകളിലൊക്കെ ചെറിയ ചെറിയ ക്ലാസ്സുകളിൽ മാത്സ് ആണ് പഠിപ്പീര് ആരംഭിക്കുകയും ഒക്കെ ചെയ്ത ഒരു വ്യക്തിയാണ്. ട്യൂട്ടോറിയൽ കോളേജ് അധ്യാപകനായിട്ടാണ് എൻ്റെ ഈ അധ്യാപനം ആരംഭിക്കുന്നത്. പല ഏറ്റവും മികച്ച അധ്യാപകർ, എന്താ പറയുക, ഈ ട്യൂഷൻ സെൻ്ററുകളിൽ കിടന്ന് ട്യൂഷൻ സെൻ്റർ തന്നെയാണ് ജീവിതം എന്ന് ഒഴിഞ്ഞു വെച്ച കുറേ അധ്യാപകരുണ്ട്. അവരിൽ നിന്നും പലതും കണ്ടും കേട്ടും അനുഭവിച്ചും ഒക്കെ പഠിപ്പിച്ച് വന്ന ഒരു അധ്യാപകനാണ് ഞാൻ. എന്നെ സംബന്ധിച്ചിടത്തോളം ആ 99 കാലഘട്ടം മുതൽ ഈ 2025 എത്തി നിൽക്കുന്ന ഈ കാലഘട്ടം വരെയും ഒരു വർഷം പോലും മുടങ്ങിപ്പോകാതെ എല്ലാ വർഷങ്ങളിലും കൃത്യമായി അധ്യാപനം നടത്തി വരുന്നു. ഇതിനിടയിൽ ഒരു വ്യക്തിക്ക് എത്തിച്ചേരാൻ കഴിയുന്ന പഠന നിലവാരങ്ങളിലെല്ലാം എത്തിച്ചേരാനും കഴിഞ്ഞു. അങ്ങനെയാണ് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം ഒരു 10 വർഷത്തിൽ കൂടുതലായി PSC മേഖലയിലേക്ക് എത്തിച്ചേരുന്നത്. ഈ PSC മേഖലയിൽ ഏകദേശം 10ഓളം ജില്ലകളിലെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള, നമ്മൾ ട്രിവാൻഡ്രത്ത് പറയുകയാണെങ്കിൽ പേര് പറയുന്നില്ല, ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന റാങ്ക് ഫയൽ ഏതാണോ ആ റാങ്ക് ഫയലൊക്കെ എഴുതിയ സ്ഥാപനങ്ങളിൽ, അല്ലെങ്കിൽ ആ റാങ്ക് ഫയലൊക്കെ നിർമ്മിച്ച സ്ഥാപനങ്ങളിലൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. കോഴിക്കോടും ആലപ്പുഴയും കൊല്ലത്തും ഒക്കെ ക്ലാസ് എടുക്കാൻ ഡിമാൻഡഡായി പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു അധ്യാപകനാണ് ഞാൻ. എൻ്റെ സബ്ജക്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ സയൻസും മാത്സുമാണ് എടുക്കുന്നത്. അപ്പോൾ യാദൃച്ഛിക വെച്ചാലാണ് ഞാനിങ്ങനൊരു ആപ്ലിക്കേഷൻ തുടങ്ങുന്നതൊക്കെ. ഞാൻ എൻ്റെ ഈ ഒരു PSC അധ്യാപന കാലയളവിൽ എന്നെ സ്വാധീനിച്ച, അല്ലെങ്കിൽ എന്നെ ഞെട്ടിച്ച, എന്നെ അത്ഭുതപ്പെടുത്തിയ, അതാണ് കറക്റ്റ് വാക്ക്, എന്നെ അത്ഭുതപ്പെടുത്തിയ കുറേ അധ്യാപകരുണ്ട്. അതിൽ കുറച്ച് അധ്യാപകരെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്നത്. ഇതിൽ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ആദ്യമായി പരിചയപ്പെടുത്തുന്നത്, കാരണം നമുക്കറിയാലോ, ഒരു പരീക്ഷ എഴുതിയെടുക്കണമെങ്കിൽ, 2025 പരീക്ഷ നമുക്ക് എഴുതിയെടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു PSC പരീക്ഷ നിങ്ങളൊരു 1ാം റാങ്കുകാരൻ 2ാം റാങ്കുകാരനൊക്കെ നിങ്ങൾ യൂട്യൂബിലൂടെ കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ അവരെ സ്വാധീനിച്ച ഒരു അധ്യാപകരുണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് ഓരോ സബ്ജക്റ്റുകളുണ്ട്. അവർക്ക് 12-13ഓളം സബ്ജക്റ്റുകളിൽ ആ സബ്ജക്റ്റിൽ അഗ്രഗണ്യനായ ഒരു അധ്യാപകനെ അവരുടെ എന്താ പറയുക, ആ അധ്യാപകൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തേ പറ്റൂ. അതിൽ നിന്ന് മാത്രമേ അവർക്ക് ആ സബ്ജക്റ്റിലുള്ള ഒരു മാർക്ക് സ്കോർ ചെയ്യാനും അവർക്ക് പറ്റുള്ളൂ. അങ്ങനെ എന്നെ അത്ഭുതപ്പെടുത്തിയ കുറേ അധ്യാപകരിൽ ഒരു 10 അധ്യാപകരെ ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുകയാണ്. ആദ്യം നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്ന അധ്യാപകൻ മലയാളം ഷിബു സാറിനെയാണ്. തിരുവനന്തപുരത്തെ കൊല്ലത്തും ആയി വ്യാപിച്ചു കിടക്കുന്ന ഒരു PSC വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനത്തിൽ നിന്നാണ് എനിക്ക് ഈ ഒരു സാറിനെ പരിചയപ്പെടാൻ കഴിഞ്ഞത്. വളരെ നല്ലൊരു മനുഷ്യൻ, വളരെ നല്ലൊരു സുഹൃത്ത്, വളരെ നല്ലൊരു അധ്യാപകൻ. അധ്യാപനം മലയാളത്തിൻ്റെ നമ്മുടെ ക്ലാസ്സിനകത്ത് ആപ്പിനകത്ത്
5ഓളം മലയാള അധ്യാപകരുണ്ട്. പക്ഷെ ഞാൻ ഈ സാറിന് പറയുന്നതിന് മറ്റുള്ളവരൊന്നും മോശമല്ല. ഞാൻ എത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു അധ്യാപകൻ, എത്ര എക്സ്പേർട്ട് ആയിട്ടുള്ളൊരു അധ്യാപകൻ. മലയാളത്തിലെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ ഒരു ചോദ്യത്തെ വളരെ കണിശമായി കൃത്യതയോടുകൂടി ഉത്തരം തിരഞ്ഞെടുക്കാൻ കുട്ടികളെ പരിശീലിപ്പിക്കുന്ന ഒരു അധ്യാപകൻ. ആ അധ്യാപകനെയാണ് ഞാൻ നിങ്ങൾക്ക് ആദ്യമായി പരിചയപ്പെടുത്തുന്നത്, ഷിബു സാർ. നമ്മൾ ഓരോ അധ്യാപകരുടെ പേര് പറയുമ്പോഴും നമ്മുടെ ക്ലാസ്സുകളുടെ ഒരു ചെറിയ ക്ലിപ്പ് കൂടി നമുക്കൊന്ന് കാണാം. രാമൻ എന്ന നാമം എടുക്കുക. രാമൻ, അതൊരു നാമം. ഇനി മറ്റൊരു വാക്കാണ് പേന. പേന. രാമൻ എന്ന നാമത്തെ ഈ പേന എന്ന വാക്കുമായി നമുക്കൊന്ന് ബന്ധിപ്പിച്ചു നോക്കാം. നോക്കൂ, രാമൻ്റെ പേന, രാമൻ്റെ പേന. ഇപ്പൊ രാമൻ എന്ന വാക്കിന്, നാമത്തിന് പേന എന്ന വാക്കുമായി ഒരു ബന്ധമുണ്ട്. എന്നാൽ ഇങ്ങനെ അല്ലാതെ രാമനെയും പേനയും തമ്മിൽ ബന്ധിപ്പിക്കാൻ കഴിയില്ലേ? കഴിയും. ഇനി ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് രണ്ടാമതായി ഇന്ത്യൻ ഹിസ്റ്ററി. ഇന്ത്യൻ ഹിസ്റ്ററി എന്ന വിഷയം വളരെ തന്മയത്വത്തോടെ വളരെ ആഴത്തിൽ പഠിപ്പിക്കുന്നൊരു അധ്യാപകൻ. എന്ത് കൈയടക്കത്തോടുകൂടിയാണ് ഇദ്ദേഹത്തിനെ കാണുമ്പോഴും അദ്ദേഹത്തിൻ്റെ മുഖത്ത് തന്നെ ഒരു ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്നൊരു സംഭവം ലയിച്ച് കിടപ്പുണ്ട് എന്ന് നമുക്ക് തോന്നും. ഒരാളിനെ കാണുമ്പോൾ ആ ആളിൻ്റെ മുഖത്ത് ആ സബ്ജക്റ്റിനെ നമുക്ക് വായിക്കാൻ കഴിയുമെങ്കിൽ അതാണ് അവർ ഈ ലോകത്ത് നിന്ന് നേടിയെടുത്തത് എന്ന് പറയാൻ പറ്റും. ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് ഇന്നും കേരളത്തിലെ മുഴുവൻ നല്ല ഏറ്റവും ബെസ്റ്റായിട്ട് നിൽക്കുന്ന ഓഫ്ലൈൻ ക്യാമ്പസുകളിലെയും ഉദ്യോഗാർത്ഥികളുടെ പ്രിയപ്പെട്ട ബിജു സാറിനെയാണ് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. ഹാജാസ് ക്ലാസ്സസിലെ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്ന സബ്ജക്റ്റ് എടുക്കുന്ന ചുരുക്കം ഒരു 3-4 അധ്യാപകരാണ് എടുക്കുന്നത്. അതിൽ ഏറ്റവും പ്രമുഖനായ അധ്യാപകരെ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുകയാണ്. ഈ 1850 കലാപത്തിന്, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഈ വിപ്ലവത്തിന്, ശിപായി ലഹള എന്ന് ചിലർ വിളിക്കുന്ന ഈ കലാപത്തിന്, ചെകുത്താൻ്റെ കാറ്റ് എന്നറിയപ്പെടുന്ന ഈ കലാപത്തിന് പല പല കാരണങ്ങളുണ്ട്. അതിൽ ആ കാരണങ്ങളെ പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി ബ്രിട്ടീഷുകാരന്മാരായിക്കൊള്ളട്ടെ, ഇന്ത്യക്കാരായിക്കൊള്ളട്ടെ, ചരിത്രകാരന്മാരായിക്കൊള്ളട്ടെ പല തരത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, വിഭജിച്ചിട്ടുണ്ട്. പഠിക്കാനുള്ള, നമുക്ക് മനസ്സിലാക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി. അത് സ്റ്റേറ്റ്മെൻറ്റ് കണക്ക് വരാം. ആ കാരണങ്ങളിൽ ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം പെട്ടെന്നുണ്ടായ കാരണം എന്നുള്ളതായിരിക്കും. നിങ്ങളുടെ മനസ്സിൽ പലർക്കും മനസ്സിൽ ഓടിയെത്തിക്കാണും എന്താണ് പെട്ടെന്നുണ്ടായ കാരണം. അത് നമ്മൾ പതുക്കെ ഡിസ്കസ് ചെയ്യാം. ഇന്ത്യൻ ഭരണഘടനയുടെ ആഴം, അതിൻ്റെ പരപ്പ് ഇത്രത്തോളം ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കി. ഞാൻ എൻ്റെ ചാനലിലൊക്കെ, നമ്മുടെ ഇത് ക്ലാസ്സിലൊക്കെ ഈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്തിട്ടുണ്ട്. ഒരൊറ്റ കാര്യം പറയാലോ, ഇത്രത്തോളം ആഴത്തിൽ ഞാൻ വായിച്ചിട്ടുമില്ല, ഇത്രത്തോളം ആഴത്തിൽ ഞാൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിപ്പിച്ചിട്ടുമില്ല. അത്രത്തോളം ആഴം. സുപ്രീം കോടതിയാണ്, ഹൈക്കോടതിയാണ്, UPSC ആണ്. ഞാൻ ഓരോ ക്ലാസ്സുകളായി കണ്ട് വന്നപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു മനുഷ്യനാണിത്. പ്രവീൺ സാറാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ ക്ലാസ്സുകളിൽ, ഞാൻ ഇതുവരെയുള്ള എൻ്റെ ക്ലാസ്സുകളിൽ ഞാൻ പരിചയപ്പെട്ടിട്ടുള്ള വ്യക്തികളിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്ന വ്യക്തി. നമുക്കൊന്ന് ക്ലാസ് കണ്ടു നോക്കാം. ഇനി പറയുന്ന എല്ലാ കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പ് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം പറയുന്ന പോയിന്റ്, ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആണെന്ന് പറയുന്നത് എന്ത്? കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ബന്ധങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പഠനങ്ങൾ നടത്തിയ കമ്മീഷൻ ഏത്? ഒരു സംശയം വേണ്ട, സർക്കാരിയ കമ്മീഷൻ. ഓർത്തിരിക്കുക, സർക്കാരിയ കമ്മീഷൻ ഓർത്തിരിക്കുക. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് തവണ എക്സാംസിന് ചോദിച്ചിട്ടുള്ളതാണ് സർക്കാരിയ കമ്മീഷൻ. ഓർത്തിരിക്കുക, കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ബന്ധങ്ങളെക്കുറിച്ച് പഠനങ്ങൾ നടത്തിയ കമ്മീഷനാണ് ഇതെന്ന് പറയുന്നത് സർക്കാരിയ കമ്മീഷൻ. 1983 സർക്കാരിയ കമ്മീഷനെ നിയമിക്കുന്നത് ഇന്ദിരാഗാന്ധി ഗവൺമെന്റിന്റെ കാലത്ത്. ഓർത്തിരിക്കുക. പ്രിയപ്പെട്ടവരെ, കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ഒരു വിഷയം, ഒരു സബ്ജക്റ്റ് ഒരു പ്രമുഖമായ സ്ഥാപനത്തിൽ അവിടെ ആര് പഠിപ്പിക്കുമെന്ന ചോദ്യത്തിൻ്റെ ആദ്യത്തെ ഉത്തരമാണ് ഇദ്ദേഹം. നമ്മളെല്ലാം ഗുരുവന്യനെ പോലെ കാണുന്ന, നമ്മുടെയൊക്കെ രക്ഷകർത്താവിനെ പോലെ നമ്മൾ സ്നേഹിക്കുന്ന അധ്യാപകനാണ് ചന്ദ്രബാബു സാർ. ചന്ദ്രബാബു സാറാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും ഇമ്പോർട്ടൻ്റ് ആക്റ്റും നമ്മുടെ ആപ്പിൽ ക്ലാസ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആക്ട് ഒരൊറ്റ പോയിന്റ് പോലും നഷ്ടപ്പെട്ടു പോകാതെ തന്മയത്വത്തോടെ ആ ക്ലാസ്സുകളിൽ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് ഒരു കാവ്യം എഴുതിയിരിക്കുന്നത് പോലൊരു തോന്നൽ.
ആ വിഷയത്തെ അത്രയും ലളിതമാക്കി തരാനുള്ള കയ്യടക്കം ആ ഒരു ക്ലാസ്സിനുണ്ട്. ഈ ക്ലാസ്സാണ് ഞാൻ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആക്റ്റിൽ നിന്നും കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും മുന്നോട്ട് വെക്കുന്ന, നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഈ വിഷയത്തെ നിങ്ങൾക്ക് സ്വായത്തമാക്കാൻ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് ചന്ദ്രബാബു സാറിനെയാണ്. ആദ്യമേ ഞാൻ പറയട്ടെ, പോക്സോയുടെ ഫുൾ ഫോം ആദ്യം പഠിക്കുക. പല പരീക്ഷകൾക്കും ചോദിച്ചിട്ടുണ്ട്. നമുക്ക് വളരെ ആശയക്കുഴപ്പമുണ്ടാകും. പോക്സോ POCSO എന്ന് തന്നിട്ട്, അത് ഏറ്റവും വലിയ തമാശ പറയട്ടെ, മുമ്പ് കഴിഞ്ഞ വർഷം പരീക്ഷയ്ക്ക് ചോദിച്ചത് പോസ്കോ എന്നാണ് PSC തന്നെ ചോദിച്ചത്. പോക്സോയ്ക്ക് പകരം സിക്ക് പകരം എസ് ആദ്യം ഉപയോഗിച്ചായിരുന്നു ചോദ്യ പേപ്പറിൽ വന്നത് തന്നെ. പോസ്കോ അല്ല, പോക്സോ ആണ്. പോക്സോ POCSO. അപ്പം പോക്സോയുടെ ഫുൾ ഫോം പരീക്ഷയ്ക്ക് തരും. പോക്സോ എന്ന് നിന്നിട്ട് ഇതിനെ എക്സ്പാൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ഇതിൻ്റെ പൂർണ്ണ രൂപം എന്ത് എന്നൊക്കെ തന്നിട്ട് അടിയിൽ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷുവൽ ഒഫൻസ് ആക്ട്, പ്രിവെൻഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷുവൽ ഒഫൻസ് ആക്ട്, പ്രൊഹിബിഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷുവൽ ഒഫൻസ്, ഇങ്ങനെ പല രീതിയിൽ നമുക്ക് എല്ലാം കേൾക്കുമ്പോൾ നമുക്ക് ഒന്നുപോലെ തോന്നും. പക്ഷേ സുഹൃത്തുക്കളെ, നിങ്ങൾ നിർബന്ധമായും അതിപ്പോഴും തന്നെ ക്ലിയർ ചെയ്യുക. പ്രൊട്ടക്ഷൻ, അതാണ് വാക്ക്. സംരക്ഷണം, സംരക്ഷണം. പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷുവൽ ഒഫൻസ് ആക്ട്. അടുത്തത് കേരള ഹിസ്റ്ററിയാണ്. ആറ്റിങ്ങൽ കലാപവും അഞ്ചുതെങ്ങും ഒക്കെ നിങ്ങളുടെ ഉള്ളിലേക്ക് അല്ല, നിങ്ങളുടെ ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന തരത്തിൽ ക്ലാസ് എടുക്കാൻ കഴിയുന്ന അത്യപൂർവം അധ്യാപകരിൽ ഒരാൾ സലീം സാർ. പറഞ്ഞാൽ എങ്ങനെ വാക്കുകൾ കൊണ്ടില്ല. ഞാൻ നിങ്ങൾക്ക് ഇദ്ദേഹത്തെക്കുറിച്ച് എന്തു പറഞ്ഞാലും അത് കുറഞ്ഞു പോകും. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒരു 2-3 ക്ലാസ്സുകൾ കണ്ടാൽ നിങ്ങൾ അഡിക്റ്റ് ആവും. ഇന്ന് പിള്ളേർ MDMAക്ക് അഡിക്റ്റ് ആയതുപോലെ ഈ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഈ അധ്യാപകൻ്റെ ക്ലാസ്സിൻ്റെ ചാരുതയ്ക്ക് നിങ്ങൾ എന്തായാലും അഡിക്ഷനായി പോവും. അത്രയും മികച്ച ബെസ്റ്റ് ക്ലാസ്. ഇനി സാർ ഇവിടെ നിന്ന് ഓരോ അധ്യാപകരെയും ഇങ്ങനെ ബെസ്റ്റ് ക്ലാസ് ഇല്ല, നമുക്ക് പറയാം. നമുക്ക് അദ്ദേഹത്തിൻ്റെ ക്ലാസ് ഒന്ന് കണ്ടിട്ട് വരാം. ഉത്തരവാദപ്പെട്ട കൈകളിലേക്ക്, ദിവാൻ ഭരണമാണല്ലോ, രാജാവുണ്ട്, ദിവാനുണ്ട്. ആ ദിവാൻ ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പ് നടക്കണം. യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ് ഉപയോഗിച്ചുകൊണ്ട് പ്രായപൂർത്തി വോട്ടവകാശ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തി ദിവാൻമാരുടെ ഭരണം അവസാനിപ്പിച്ച് അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടു വരുന്ന കൈകളിലേക്ക്, അതാണ് ഉത്തരവാദപ്പെട്ട കൈകൾ, ആ കൈകളിലേക്ക് അധികാരം നൽകണം. ഉത്തരവാദ പ്രക്ഷോഭം. ആ ഉത്തരവാദ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ടാണ് തുടർച്ചയായി നടന്നു വന്ന പ്രക്ഷോഭം. 38 മുതൽ ജനകീയ ഭരണ സംവിധാനത്തിനു വേണ്ടി തിരുവിതാംകൂറിൽ ഉണ്ടായ മുറവിളികൾ. അതിനെ തുടർന്ന് പുന്നപ്ര വയലാർ സമരം 46 അല്ലേ, 1946 പുന്നപ്ര വയലാർ സമരം ആലപ്പുഴ ജില്ലയിൽ. കേരള ജോഗ്രഫി, കേരള ഭൂമിശാസ്ത്രത്തിൻ്റെ എല്ലാ കോർണറുകളും എല്ലാ മൂലകളും അരിച്ചു പറക്കി വളരെ വ്യക്തതയോടെ ശക്തമായി പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ് നമ്മുടെ സ്റ്റീഫൻ സാർ. തിരുവനന്തപുരം ജില്ലയിലെ ഒരു സ്ഥാപനത്തിൽ വെച്ചാണ് ഞാൻ അധ്യാപകനെ പരിചയപ്പെടുന്നത്. വളരെ എക്സ്പേർട്ടാണ് എന്ന് ആ ക്ലാസ്സിൻ്റെ ഞാൻ തൊട്ടടുത്ത മറ്റൊരു ക്ലാസ്സിൽ നിന്ന് പഠിപ്പിക്കുമ്പോൾ തന്നെ എനിക്കത് മനസ്സിലായി. ഒരു ക്ലാസ് കേൾക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അവരുടെ നോളജ് എത്രത്തോളം ഉണ്ട് എന്നും. എൻ്റെ പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കുറേ നാൾ PSCകൾ പഠിപ്പിച്ച് പിന്നീട് പഠിപ്പിക്കാൻ ഇറങ്ങിയ അധ്യാപകരാണ് ഇന്ന് PSCയിൽ 90% ഉള്ളത്. അവർക്ക് പഠിപ്പിക്കാൻ കഴിയും, പക്ഷേ ആ അധ്യാപനം അല്ല നമുക്കിന്ന് വേണ്ടത്. ഇതിനൊരു കോറുണ്ട്, ഇതിനൊരു ഹൃദയമുണ്ട്. ആ ഹൃദയം നമുക്ക് അതിൻ്റെ പാണ്ഡിത്യം നേടിയവരിൽ നിന്ന് മാത്രമേ കിട്ടൂ. അത് ഏത് സബ്ജക്റ്റ് ആണെങ്കിലും. എനിക്കും ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ കഴിയും, എനിക്ക് മലയാളം പഠിപ്പിക്കാൻ കഴിയും, എനിക്ക് ജോഗ്രഫി പഠിപ്പിക്കാൻ കഴിയും, എനിക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ പഠിപ്പിക്കാൻ കഴിയും. പക്ഷെ എനിക്ക് ഇവർ പഠിപ്പിക്കുന്നത് പോലെ പഠിപ്പിക്കാൻ കഴിയില്ല. അവിടെ നമ്മുടെ വിജയം ഇരിപ്പുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. സ്റ്റീഫൻ സാറിൻ്റെ ക്ലാസ് കാണാം. ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? അറിയാമല്ലോ, പെരിയാർ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാറാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ. അങ്ങനെയാണെങ്കിൽ
ഏറ്റവും നീളം കുറഞ്ഞ നദി ഏതാണ്? കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി മഞ്ചേശ്വരം പുഴയാണ്. ഇതാണ് കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി മഞ്ചേശ്വരം പുഴ. ബ്രിട്ടീഷുകാരൻ നമുക്ക് തന്നിട്ട് പോയ ഭാഷ, അത് ബ്രിട്ടീഷുകാരൻ്റെതല്ല. നമുക്ക് കേരള PSC ആ ഭാഷയ്ക്ക് കൊടുത്തിരിക്കുന്ന പ്രാധാന്യം പല പരീക്ഷകളിലും 20 മാർക്ക് അല്ലെങ്കിൽ 10 മാർക്കാണ്. ഈ 10 മാർക്ക് സ്വായത്തമാക്കാൻ കേരളത്തിലെ ഒരുപക്ഷെ മുഴുവൻ ഉദ്യോഗാർത്ഥികളെയും പഠിപ്പിക്കുന്നത് ചിലപ്പോൾ ഒരുപക്ഷെ ഈ അധ്യാപകനായിരിക്കും, ഹക്കീം സാർ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികളെ റാങ്കിലേക്ക് എത്തിച്ച ഒരു PSC വിജയ അധ്യാപകനാണ് ഹക്കീം സാർ എന്ന് പറയാം. ഹക്കീം സാറിൻ്റെ ക്ലാസ്സുകൾ, ലൈവ് ക്ലാസ്സുകളൊക്കെയും ഓഫ്ലൈൻ ക്ലാസ്സുകളൊക്കെയും നമ്മളെ ഒട്ടും ബോറടിപ്പിക്കാതെ 3 മണിക്കൂർ 4 മണിക്കൂർ, ഞാനും ഹക്കീം സാറും ഒക്കെ ഒരേ സെൻറ്ററുകളിൽ തന്നെ ഒരുപാട് സെൻറ്ററുകളിൽ ഞങ്ങൾ ഒരുമിച്ച് ക്ലാസ് എടുത്തിട്ടുണ്ട്. ഭയങ്കര സുഹൃത്തുക്കളാണ് ഞങ്ങൾക്ക്. ഈ ഒരു സൗഹൃദം, ആ സൗഹൃദമാണ് അദ്ദേഹത്തിന്. ഭയങ്കര ക്ലാസ്സാണ്, നല്ല ക്ലാസ്സാണ്, വളരെ സിമ്പിളായി. നമ്മളൊക്കെ ഭയങ്കര ബ്രില്യൻ്റായിട്ട് പഠിച്ചു വന്ന ആൾക്കാരൊന്നുമല്ല. പക്ഷെ ക്ലാസ് എടുക്കുമ്പോഴും നമ്മളുടെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ, നമുക്കൊരു ചരിത്രമുണ്ടല്ലോ, നമ്മൾ പഠിച്ചു വന്ന രീതി ഉണ്ടല്ലോ. ആ രീതിയിൽ നമുക്കൊന്നും അറിഞ്ഞുകൂടായിരുന്നൊരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെയായിരുന്നോ അങ്ങനെയാണ് നിങ്ങൾ എന്ന് വിചാരിച്ചുകൊണ്ട് ഞങ്ങൾ പഠിപ്പിക്കും. ഞങ്ങളെ പല അധ്യാപകരും അങ്ങനെ ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ലായിരുന്നു എന്നൊരു പരാതിയുണ്ട്. അതായത് നമുക്ക് എല്ലാം അറിയാം എന്ന് വിചാരിച്ച് പഠിപ്പിക്കുന്ന അധ്യാപകരുണ്ടാവും. അവരുടെ ക്ലാസ്സുകളൊന്നും ഒരിക്കലും നമ്മുടെ ഓർമ്മയുടെ മണ്ഡലങ്ങളിൽ ഒരിക്കലും അവരുടെ പേരുകളോ അവരുടെ രൂപങ്ങളോ ഒന്നും തെളിയില്ല. ഹക്കീം സാർ അതിൽ നിന്നൊക്കെ വിഭിന്നമാണ്. നിങ്ങളെ നിലവാരം മനസ്സിലാക്കി നിങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ബ്രിട്ടീഷുകാരൻ്റെ ഭാഷ, അന്യഭാഷ, ഈ ഒരു വിദേശ ഭാഷ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനെയാണ്. നമുക്ക് ക്ലാസ് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ആരെങ്കിലും ചോദിക്കുക എന്താണ് റിലേറ്റീവ് പ്രൊനൗൺസ് എന്ന് ചോദിച്ചാൽ, 2 വാക്യങ്ങളെ തമ്മിൽ കൂട്ടിയോജിപ്പിക്കുകയും നൗണിന് പകരമായി വരികയും ചെയ്യുന്ന പ്രൊനൗണുകളെ നമ്മൾ ഏത് പേര് വിളിക്കും? റിലേറ്റീവ് പ്രൊനൗണുകൾ എന്ന് വിളിക്കും. 1. 2. ഏതൊക്കെയാണ് റിലേറ്റീവ് പ്രൊനൗൺസ് എന്ന് ചോദിച്ചാൽ ഹൂ, ഹൂസ്, ഹൂം, വാട്ട്, വിച്ച്, ദാറ്റ്. ഏതൊക്കെയാണ്? ഹൂ, ഹൂസ്, ഹൂം, വാട്ട്, വിച്ച്, ദാറ്റ്. ഇവരെ വിളിക്കുന്ന പേരാണ് റിലേറ്റീവ് പ്രൊനൗൺസ്. റിലേറ്റീവ് പ്രൊനൗൺസ്. ഇനി നിങ്ങൾക്ക് മുന്നിൽ ഞാൻ പരിചയപ്പെടുന്നത് എനർജി ബോംബിനെയാണ്. എനർജി ബോംബ് എന്ന് തന്നെ പറയാം. ഇന്ന് ഈ 2024, 2023 കാലയളവുകളിൽ നടന്ന പല പരീക്ഷകളിലും വില്ലൻ ആകുന്ന വിഷയങ്ങളിൽ ഒന്നായി എക്കണോമിക്സ് മാറിയിട്ടുണ്ടെങ്കിൽ, ആ എക്കണോമിക്സിനെ 10ാം ക്ലാസ്സിൻ്റെ സ്കൂൾ നിലവാരത്തിൽ മാത്രമല്ല പഠിപ്പിക്കേണ്ടത് PG ലെവൽ വരെ എക്കണോമിക്സിനെ ഇറങ്ങിച്ചെല്ലണം എന്ന് ഉദ്യോഗാർത്ഥികളോട് പറഞ്ഞ് അതിനെ പാട്ടിലൂടെയും ആക്ഷനുകളിലൂടെയും ഡാൻസിലൂടെയും ഒക്കെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ് എക്കണോമിക്സ് സാർ. വോയിസ് മോഡുലേഷൻ, ഫേസ് മോഡുലേഷൻ, നല്ലൊരു ആക്ടറാണ്. അദ്ദേഹത്തിൻ്റെ ക്ലാസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അദ്ദേഹം നല്ല ഒരു ആക്ടറാണെന്ന് മനസ്സിലാവും. നല്ലൊരു വോയിസ് മോഡുലേറ്ററാണ്. നല്ലൊരു അധ്യാപകനാണ്. ഒരു അധ്യാപകൻ എല്ലാം ആയിരിക്കണമല്ലോ. ഒരു അധ്യാപകൻ ഗായകനാവണം, ഒരു അധ്യാപകൻ നല്ല വോയിസ് മോഡുലേറ്റ് ചെയ്യാൻ കഴിയണം, ഒരു അധ്യാപകൻ കണ്ണുകൊണ്ട് ഈ ഒരു ക്ലാസ്സിനെ മൊത്തം വാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കണം, ഒരാളെ മാത്രം ഫോക്കസ് ചെയ്ത് പഠിപ്പിക്കുന്ന ഒരാളാകരുത്. ഇതെല്ലാം ഒരു B.Edന് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് അതിനകത്ത് ടീച്ചിങ് കമ്പോണൻറ്റുകളായി എന്തെല്ലാം പറയുമോ അതെല്ലാം ഈ ഒരു ഒറ്റ ക്ലാസ്സിൽ നമുക്ക് ഈ ഒരു ഞാൻ നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുന്ന ഈ ഒരു 20 സെക്കൻഡ് വീഡിയോയിലൂടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന നല്ലൊരു അധ്യാപകനാണ്. നല്ല ഡെപ്തിൽ കാര്യങ്ങളെ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു അധ്യാപകനാണ്. നമുക്ക് ബിനോയ് സാറിൻ്റെ ക്ലാസ് ഒന്ന് കണ്ടു നോക്കാം. ഇന്ത്യയിൽ നിലനിന്നിരുന്ന കൊളോണിയൽ ഭരണത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഭരണകാലത്ത് വളർന്നുകൊണ്ടിരുന്ന ആധുനിക വ്യവസായങ്ങൾക്ക് ഇടതടവില്ലാതെ, ഒരു തടസ്സവുമില്ലാതെ കൃത്യമായി അസംസ്കൃത വസ്തുക്കൾ, റോ മെറ്റീരിയൽസ് പ്രദാനം ചെയ്യുന്ന ഒരു രാജ്യമായി ഇന്ത്യയെ മാറ്റുക. അതുപോലെ അവരുടെ നിർമ്മിത ഉൽപ്പന്നങ്ങൾക്ക് പറ്റിയ ഒരു വിപണിയായി ഇന്ത്യയെ മാറ്റുക. ക്ലിയർ ആണ് എന്ന് വിഷയങ്ങളിൽ കേരളത്തിലെ വിവിധ PSC കോച്ചിങ് സെൻറ്ററുകളിൽ പഠിപ്പിക്കാനൊരു അവസരം ദൈവഹിതം കൊണ്ട് കിട്ടി. അവരുടെയൊക്കെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് പഠിപ്പിക്കാൻ അധ്യാപനം നടത്താൻ കഴിഞ്ഞു എന്ന ചാരിതാർത്ഥ്യമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ കുറേ അധ്യാപകരെ കുറിച്ച് ഇങ്ങനെ വാതോരാതെ പറയുകയും എന്നാൽ എല്ലാവരുടെയും 20 മിനിറ്റ് വരുന്ന ഒരു ചെറിയ ക്ലിപ്പാണ് നിങ്ങൾ കണ്ടത്. പക്ഷേ അത് കണ്ടാൽ പറ്റില്ല. നിങ്ങൾ അവരുടെയൊക്കെ മിനിമം ഒരു 5, 3, 4 വീഡിയോ ക്ലാസ് നിങ്ങൾ കാണണം
എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾക്ക് ഒരു ഫീസും ഒരു പൈസയും കൊടുക്കാതെ ഞാൻ ഈ പറഞ്ഞ അധ്യാപകരുടെ എല്ലാം ക്ലാസ്സുകൾ കാണാം. ഇനിയും അധ്യാപകരുണ്ട്, ഒരു 20-25ഓളം അധ്യാപകരുണ്ട്. അതിൽ ഞാൻ 10 പേരെയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവന്നത്. എനിക്ക് നിങ്ങളോടുള്ളൊരു റിക്വസ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഇവരുടെ എല്ലാ ക്ലാസ്സുകളൊന്ന് കണ്ടാൽ കൊള്ളാമായിരിക്കും. അതിനുവേണ്ടി ഹാജാസ് ക്ലാസ്സസ് എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. ഹാജാസ് ക്ലാസ്സസ് എന്നാണ് ആപ്പിൻ്റെ പേര്. ഈ ഹാജാസ് ക്ലാസ്സസ് എന്ന് പറഞ്ഞ ആപ്പിൽ നിങ്ങൾ കയറണം. അത് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഹാജാസ് ക്ലാസ്സസ് എന്ന് പറയുന്നൊരു ആപ്പ് എടുക്കണം. അതിനകത്ത് കയറിയിട്ട് അവിടെ ഒരു ഡെമോ ക്ലാസ് എന്ന് പറഞ്ഞൊരു കാണാം. ഡെമോ ക്ലാസ് 1 രൂപയാണ്. 1 രൂപ പേയ്മെൻ്റ് അടച്ചിട്ട് നിങ്ങൾ അതിനകത്ത് ഡെമോ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 50ഓളം വീഡിയോ ക്ലാസ്സുകൾ ഞാൻ ഈ പറഞ്ഞ അധ്യാപകരുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അതിനകത്ത് കാണാം. 50 വീഡിയോ ക്ലാസ് കാണാൻ നിങ്ങൾ 1 രൂപ മാത്രം ചിലവാക്കുക എന്നതാണ്. 1 രൂപയ്ക്ക്. കാരണം ക്ലാസ് നമ്മൾ ആരെയും പറ്റിക്കരുത്, നിങ്ങൾ പറ്റിക്കപ്പെടരുത്. നിങ്ങൾക്ക് വളരെ കൃത്യമായി 2025 ഒരു ജോലി കിട്ടണം. ആ പ്രതീക്ഷയിൽ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഹാജാസ് ക്ലാസ്സസിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. എൻ്റെ പൊന്നു പിള്ളേരെ, 2024 നടന്ന LP-UP പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ റാങ്കുകൾ സൃഷ്ടിച്ച സ്ഥാപനത്തിൻ്റെ CEO അല്ലെങ്കിൽ MD ആണ് നിങ്ങളോട് വീണ്ടും പറയുന്നത്. ഞങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കോഴ്സ് എന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ കോഴ്സാണ്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ കോഴ്സിൻ്റെ ഇത്രയും അധ്യാപകരെ വെച്ച്, ഇത്തരം എക്സ്പേർട്ടായിട്ടുള്ള ടീച്ചേഴ്സിനെ വെച്ച് ഈ ഒരു കോഴ്സ് നടത്തണമെങ്കിൽ എനിക്ക് മിനിമം ഒരു 20,000 രൂപയെങ്കിലും വാങ്ങാം. 27-നും 28-നും ഒക്കെ നല്ല പ്രീമിയം ക്ലാസ്സുകൾ കൊടുക്കുന്ന ആപ്പുകളും ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസ്സുകളൊക്കെ ഉണ്ട്. പക്ഷേ എനിക്കൊരു 20,000 രൂപയെങ്കിലും നിങ്ങളിത് വാങ്ങാം. പക്ഷേ നമുക്ക് അത്രയും വാങ്ങിയാൽ അത്രയും പൈസ കൊടുക്കാൻ കഴിയുന്നവർ മാത്രമേ നമ്മുടെ ആപ്പിലേക്ക് വരൂ. പക്ഷേ നമ്മുടെ ക്ലാസ്സുകൾ അങ്ങനെ അല്ല. കാരണം ഏകദേശം ഒരു 4-5 സബ്ജക്റ്റുകൾ ഞാനാണ് എടുക്കുന്നത്. പിന്നെ കുറേ ജോലികൾ ഞാനാണ് ചെയ്യുന്നത്. ഇതിനകത്ത് 1999 എന്ന് പറയുന്ന ഒരു ഓഫർ പ്രൈസിന് ന്യൂ ഇയറിന് നമ്മൾ കൊടുത്തൊരു ഓഫറാണ്. ഇപ്പോൾ നമ്മുടെ ഈ കോഴ്സിൻ്റെ ഫീസ് എന്ന് പറയുന്നത് 4,999 ആണ്. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട്, അതായത് വരുന്ന ഒരു 3 ദിവസങ്ങളിൽ 1-ാം തീയതി വരെ അല്ലെങ്കിൽ 2-ാം തീയതി ചിലപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യുമായിരിക്കും. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് ഇത് 1999 പ്ലസ് GSTക്ക് നിങ്ങൾക്ക് ഈ കോഴ്സ്, അതായത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ കോഴ്സ് പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ കോഴ്സാണ് ഇപ്പോൾ നമ്മുടെ ആപ്പിൽ ലോഞ്ചായി നിൽപ്പുള്ളത്. ഇന്ന് നമ്മൾ ലോഞ്ച് ആക്കുന്ന പുതിയ കോഴ്സുകളാണ് CPO, WCPO, ഫയർമാൻ, അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ, സിവിൽ എക്സൈസ് ഓഫീസർ, ജനറൽ ആയിട്ടുള്ള എല്ലാം 10th ലെവൽ 12th ലെവൽ ഡിഗ്രി എല്ലാ പരീക്ഷകളും എഴുതാൻ കഴിയുന്ന ഒരു ജനറൽ PSC, ഒരു ലോങ് ടേം LP-UP. ഈ ലോങ് ടേം LP-UP ഒരു മിക്കവാറും തിങ്കളാഴ്ചയെ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ബാക്കി എല്ലാ കോഴ്സുകളും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇതിനെല്ലാത്തിനും ഇപ്പോൾ, അതായത് ഈ 3 ദിവസങ്ങളിൽ 30, 31, 1 ഫെബ്രുവരി 1 3 ദിവസങ്ങളിൽ ഓഫർ ഉണ്ടാവും. ഈ ഓഫർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ഫീസാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത്. 4,999 1,999 പ്ലസ് GSTക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അതുപോലെ അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ എന്ന് പറഞ്ഞ ആ കോഴ്സിൻ്റെ ഫീസ് എന്ന് പറയുന്നത് 1999 ആണ്. ഓഫറിൽ 50% ഓഫറിൽ 999 പ്ലസ് GSTക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ കോഴ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. CPOയും അതേപോലെ തന്നെ 1999 2,000 രൂപയുടെ കോഴ്സ് നിങ്ങൾക്ക് 50% ഫീസ് ഇളവിൽ നിങ്ങൾക്ക് ആ കോഴ്സും പർച്ചേസ് ചെയ്യാം. ഇതുപോലെ ഈ കോഴ്സുകളെല്ലാം. എന്നാൽ ലോങ് ടേം LP-UPയുടെ ഫീസ് ആയിട്ടില്ല, ജനറൽ PSCയുടെയും ഫീസ് ആയിട്ടില്ല. ബാക്കിയുള്ള കോഴ്സുകളൊക്കെ നിങ്ങൾക്ക് ഈ പറയുന്ന ഫീസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പർച്ചേസ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ പറയുന്ന കാര്യങ്ങളിൽ സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിലേക്ക് വിളിക്കാം. 9995027074 എന്ന് പറയുന്ന നമ്പറിൽ വിളിക്കാം. വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യാം. നിങ്ങൾക്ക് എന്താണോ ഈ ഒരു 2025 പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് നേടാൻ തടസ്സമായി നിൽക്കുന്നത്, ആ തടസ്സങ്ങളെല്ലാം വെട്ടിമാറ്റി നമുക്ക് ഇത്തവണത്തെ ജോലിയിൽ പ്രവേശിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ സാഹചര്യമാണ് നമ്മൾ ഒരുക്കുന്നത്. സാഹചര്യങ്ങളെയും ഏറ്റവും നല്ല അവസരങ്ങളെയും നഷ്ടപ്പെടുത്തുന്നവനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ വിഡ്ഢി എന്ന് നമുക്ക് പറയേണ്ടി വരും. ഒരിക്കലും നിങ്ങളുടെ കാശോ നിങ്ങളുടെ സമയമോ നിങ്ങളുടെ എഫർട്ടോ ഒന്നും ഒരിക്കലും പാഴാവില്ല. ഏറ്റവും നല്ല ക്ലാസ്സുകൾ, ഏറ്റവും നല്ല ക്ലാസ്സുകളുടെ കൂടെ എന്തൊക്കെ കിട്ടും? ലൈവ് ക്ലാസ് കിട്ടും, റെക്കോർഡഡ് ക്ലാസ് കിട്ടും. പിന്നെ അതോടൊപ്പം
നല്ല സ്ട്രോങ് എൻ്റെ തന്നെ മെൻറ്റർഷിപ്പ് നിങ്ങൾക്ക് ഉണ്ടാവും. അതേപോലെ നിങ്ങൾ ഏറ്റവും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും, നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കും, നിങ്ങളെ അങ്ങ് വേറൊരു ലോകത്തേക്ക് എത്തിപ്പിക്കും. അങ്ങനെ നിങ്ങൾ 2025 നിങ്ങൾക്ക് പോലും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു ജോലി, നിങ്ങൾ എത്ര മാത്രമാണോ ഈ ജോലി ആഗ്രഹിച്ചത്, ആ ആഗ്രഹ തലങ്ങളിൽ അതിൻ്റെ കൃത്യമായ വിജയപഥങ്ങളിലേക്ക് നിങ്ങളെ എത്തിക്കുവാൻ ഞാനുണ്ടാകും. അപ്പോൾ ഞങ്ങളുടെ അധ്യാപകരോടൊപ്പം നിങ്ങൾക്ക് ഈ ഒരു ഏതെങ്കിലും ഒരു കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, നിങ്ങൾക്ക് ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം. ഇതിൻ്റെ ഫീസ് എന്ന് പറയുന്നത് ഇപ്പം എല്ലാ കോഴ്സുകൾക്കും 50% ഫീസ് ഓഫർ, ആ ഓഫർ ഫീസാണ് നമ്മൾ പറഞ്ഞത്. അസിസ്റ്റൻറ്റ് സെയിൽസ്മാനൊക്കെ 999 ആണ്. ഇത് ഈ ഒരു അഡ്മിഷൻ മാത്രമാണുള്ളത്. എല്ലാവരും ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അടുത്തും നിങ്ങളുടെ സ്റ്റാറ്റസ് വെക്കാൻ പറ്റുമെങ്കിൽ സ്റ്റാറ്റസ് വെക്കുകയും ഒക്കെ ഇതിൻ്റെ ലിങ്ക് സ്റ്റാറ്റസ് വെക്കുകയൊക്കെ ചെയ്യുക. നിങ്ങൾ ആരെങ്കിലും ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ അത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അടുത്ത ദിവസം നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും. നമ്മളിപ്പോൾ നമ്മുടെ ചാനലിൽ MEM എന്ന് പറയുന്ന ഒരു സീരീസ് ഓഫ് ക്ലാസ്സസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ടിന്യൂസ് ആയിട്ട് കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. ഇനി നമ്മൾ പുതിയ നമ്മുടെ മോർണിംഗ് ടീ, ഹാജാസ് ക്ലാസ്സസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ലാസ് ആയിരുന്നു മോർണിംഗ് ടീ. അതേപോലെ പുതിയ സെഷൻസ് ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വിവരങ്ങൾ നിങ്ങൾ അറിയിക്കാം. അതോടൊപ്പം എല്ലാവരും നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യുക. അവിടെ കറണ്ട് അഫയേഴ്സിൻ്റെ അപ്ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. പുതിയ നോട്ടിഫിക്കേഷൻസിനെ കുറിച്ചൊക്കെ അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതിനകത്ത് ചെറിയ ടോപ്പിക്കുകൾ തന്നിട്ട് നിങ്ങളെ പഠിപ്പിക്കുവാനും അവിടെ എക്സാം ഇടുവാനും ഒക്കെ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അതേപോലെ അവിടെയും ലൈവ് ക്ലാസ്സുകളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഹാജാസ് PSC എന്ന് പറയുന്ന ഒരു ടെലഗ്രാം ചാനലുണ്ട്. ആ ടെലഗ്രാം ചാനലിലേക്ക് അതിൻ്റെ ലിങ്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും അതിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ.